നേരത്തെ അവര് തിരിച്ച പോലെയാണ് ഇപ്പൊ തിരിക്കണേ. കഴുത്തിന്റെ വേദന എങ്ങനെയുണ്ട്? വ്യത്യാസമുണ്ട് അതിന്. ഇപ്പൊ ഒന്നുകൂടി നോക്കി. എത്ര നാളായിട്ട് കഴുത്തിങ്ങനെ ആയി ഇരുന്നതാ? ഒരു 10 വർഷത്തോളമായി. 10 വർഷത്തോളായത് ഇത്രയും തിരിഞ്ഞാല് ലാഭമല്ലേ? ഓപ്പറേഷൻ ചെയ്താലേ ശരിയാകത്തുള്ളൂ എന്ന് പറയും. ഓപ്പറേഷൻ ചെയ്താൽ ശരിയാവും. ഞാൻ ചെയ്യുന്നില്ല, ചെയ്യുന്നില്ലെന്ന് വെച്ച്. ചെയ്തവരെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അതുകൊണ്ട് ചെയ്യാനാണ് തീരുമാനിച്ചു. ഷോൾഡർ പെയിൻ ഇവിടെ തൊട്ട് ഈ കൈ വലുതുമ്പോ ഈ ഭാഗത്താ കൂടുതൽ നീര് ഉള്ളത്. നീരുണ്ട്. എത്ര നാളായിട്ട്? ഇത് 10 വർഷത്തോളം ആയത്. ഇതൊക്കെ 10 വർഷത്തിന്റെ കാലേ ഉള്ളൂ അല്ലേ? 10 പണ്ടിന്റെ തീരുമാനം നടത്തിയതായിരുന്നു. വീട്ടിലെങ്ങനെ ആള് വന്നിട്ടേ, അപ്പം നമ്മുടെ ആ വീടം വിട്ട് വന്നിട്ട് ഇവിടെ താമസമായിട്ട് 15 വർഷമാകും. പറഞ്ഞിട്ടുണ്ട്. എന്തോരം പറഞ്ഞിട്ടുണ്ട്? 50%. 50% കുറഞ്ഞെന്ന് ഉറപ്പാണോ? എന്ത് ആണ് 50% പകുതി കുറഞ്ഞു എന്നാണ്. പകുതി കുറഞ്ഞു. ഉറപ്പല്ലേ? അതെ അതെ അല്ലേ? ആണാണ്, ഉറപ്പാ. അവരൊന്നുകൂടി നോക്കാം. എങ്ങനെയുണ്ടോ ഇല്ലെന്ന് അറിയണ്ടേ? അതെ, അന്നൊന്ന് നോക്കിയിട്ട് ഒന്നുകൂടി പറയും എത്ര ശതമാനം കുറഞ്ഞു. കഴിഞ്ഞോ? പകുതി കുറവുണ്ട്. പകുതി കുറവുണ്ട്. ഉറപ്പാക്കിയില്ലേ? ആ കാലതാ ചോക്ക് ശരിയായിരുന്നു. ഓ, ഇപ്പോഴാണ് വിശ്വസിച്ചത്. ഞാൻ അങ്ങോട്ട് പോന്നു കഴിഞ്ഞിട്ട് വേണം നോക്കാൻ. കാരണം ഇത് ആൾക്കാരുടെ മുമ്പിൽ വെച്ച് വേറെ പറയാനും പറ്റൂ. അതെ അതെ അതെ. ഇപ്പൊ പുറകിലേക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റുന്നുണ്ട്. നന്നായി. ഏതാ കാലിലേക്ക് ഇറങ്ങുന്നത്? മുമ്പിൽ കൂടിയാണോ ബാക്ക് കൂടിയാണോ? സൈഡിൽ കൂടി. ഓക്കെ. എത്ര നാളായിട്ടുള്ളതാ? 7 കൊല്ലം. വേറെ എന്തെങ്കിലും ചെയ്തിരുന്നോ? എത്ര ദിവസം? 40 ദിവസം തിരുമ്മി. എത്ര ചെലവായിട്ടുണ്ടോ? 40 ദിവസം തിരുമ്മി. 1 ലക്ഷം രൂപ ചെലവാക്കിയ കേസൊക്കെയാണ്. നടുവേദനക്കെ 1 ലക്ഷം രൂപ ഒഴിഞ്ഞതിനായതാ. അപ്പൊ അതില് ചെറിയ റിസൾട്ട് കിട്ടിയാല് അതില് ചെറിയ 1.25 ലക്ഷം ഒക്കെ ചെലവാക്കിയിട്ട് റിസൾട്ട് കിട്ടുമ്പോ ഭയങ്കര സംഭവമായിരിക്കും. മനസ്സിലായാ? ഇതിപ്പോ വെറുതെ 5 വയസ്സ് ചെലവില്ലാതെ വെറുതെ ഞെട്ടോടിച്ച് മാറിക്കഴിഞ്ഞാല് വില കാണുമല്ല. എങ്ങനെയുണ്ട്? കുറവുണ്ട്. കല്ലൊക്കെ ഇറങ്ങിയത് എന്തോരം കുറവുണ്ട്? ഇപ്പൊ കാണണില്ലാന്ന് പറഞ്ഞാൽ ഇല്ല. ഹലോ, മനസ്സിലായില്ല എനിക്ക്? 40 ദിവസം ഒഴിഞ്ഞിട്ട് കിട്ടുന്ന സുഖമാണത്. 40 ദിവസം ഒഴിഞ്ഞില്ലേ? ആ സുഖവും ഈ സുഖവും തമ്മിൽ വ്യത്യാസമല്ലേ? നോടാ, കുറച്ചുണ്ട്. പകുതി ഇങ്ങനെ നിക്കുമ്പോഴറിയണില്ല. നിക്കുമ്പോ ഉള്ളപ്പോ വേദന ഉണ്ടോ? ഇല്ല. നേരത്തെ നിക്കുമ്പോ വേദന ഉണ്ടായിരുന്നോ? ഉണ്ടായി. ഇപ്പൊ വേദന നിക്കുമ്പോ ഇല്ലല്ലോ. കസേരയിൽ ഇരിക്കുമ്പോഴല്ലേ? ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഉണ്ടോ നോക്ക്. ഇപ്പൊ ഉണ്ടോ? ഇപ്പൊ ഇല്ല. മൊത്തത്തിലൊരു പിടുത്തമുണ്ട്. മൊത്തത്തിൽ ഉണ്ടായിരുന്ന പിടുത്തം ഇപ്പൊ ഉണ്ടോ? എന്നാലും ഉണ്ട്. ഓക്കെ. ഇവിടെ താഴെയാണോ മുകളിലാണോ? ഈ ഭാഗത്തുണ്ട്. അത് ഇരുന്നിട്ട് ആയിക്കോട്ടെ. ഇപ്പൊ ഉണ്ടോന്ന് ചോദിച്ചത്? അത്രേ എന്റെ ചോദ്യമുള്ളൂ. ഇല്ല ഇങ്ങനെ നിൽക്കുമ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തരുമ്പോ ഇതില് വേദന. എന്റെ ചോദ്യം ഇപ്പൊ പെയിന്റോ? പെയിനുണ്ട്. എവിടെ പെയിന് കൂടുതൽ? എവിടെ? ഇതില് ഈ അരക്കെട്ട് വട്ടമാണോ? വട്ടം. ഓക്കെ. പൊക്കളിന്റെ ഭാഗത്തുണ്ടോ? ഇല്ല. ഇത് ഇവിടുന്ന് ഇങ്ങനെ നിൽക്കുമ്പോ വേദന ഇല്ല. ഞാൻ ബാക്കിയുള്ളതൊക്കെ പിന്നെ പറയാം. മനസ്സിലായ? ബാക്കി കുറെ കഥകളുണ്ടാവും. കാരണം എല്ലാ രോഗത്തിന്റെയും കാരണം എന്തല്ല
ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ബാക്ക് പെയിൻ ഒരിക്കലും എന്തല്ല, ബാക്ക് പെയിൻ അല്ല. അവരെ പിടിക്കാൻ പോയപ്പോ തന്നെ ഞാൻ പറഞ്ഞു, അവരുടെ ബാക്ക് പെയിനേ അല്ല, അവരുടെ യൂട്രസ് എടുത്ത് കളഞ്ഞായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒത്തിരി പ്രശ്നങ്ങളുണ്ടോ. അത് മാറണമെങ്കിൽ നന്നായിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും. ട്രീറ്റ്മെന്റ് ചെയ്താൽ മര്യാദക്ക് മാറും, മര്യാദക്ക് ജീവിക്കുക. പക്ഷെ നമ്മൾ എവിടെ ഇറങ്ങണം എന്തിനാ? നടുവേദന മാറാൻ വൈദ്യനെ കണ്ട് പിടിച്ചിട്ട് ശരിയാക്കണം. നമ്മളിവിടെ നിന്നിട്ട് കണ്ണടിച്ചിരുന്നാൽ നിങ്ങൾക്ക് എന്താവില്ല, ചില ആളുകൾക്ക് തൃപ്തി വരില്ല. ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കാണിച്ച് പിടിച്ചു കഴിഞ്ഞാൽ എന്താവും? തൃപ്തി ഉണ്ടാവും. ഇത് സത്യത്തിൽ എന്തിനുള്ളതാ? നിങ്ങൾ പറയുന്ന വേദനക്ക് ഉള്ളതാ. പറയുന്ന വേദനക്ക് ചികിത്സിക്കല് ശരിക്കും തെറ്റാണ്. മനസ്സിലായോ? കാരണം അത് വരാനുള്ളൊരു കാരണം ഉണ്ടാവും. ആ കാരണത്തിന് ചികിത്സിക്കാത്തടത്തോളം ആ രോഗം മീൻസ് ആ വന്ന സിംറ്റംസ് അത് മാറിയാലും മറ്റവ മാറൂല. ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്, ബാക്ക് പെയിന്റെ കാരണം ചിലപ്പോ വൈദ്യുതി മര്യാദക്ക് പോകാത്തതുകൊണ്ടാവും. അപ്പൊ വൈദ്യുതി മര്യാദക്ക് പോകാത്ത ഒരാൾക്ക് വൈദ്യുതി മര്യാദക്ക് പോയില്ലെങ്കിൽ നടുവേദന മാറിയോണ്ട് എന്താ കാര്യം? ദെൻ ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്ക് നടുവേദന വന്നാല് അത് അൾസറായി, അൾസറൈറ്റിസായി, ക്യാൻസറായി മാറാം. അപ്പൊ ക്യാൻസർ ആവാതിരിക്കാൻ എന്ത് ചെയ്യണം? മര്യാദക്ക് ചികിത്സിക്കണം. അല്ലാതെ നിന്റെ നടുവേദന മാത്രം നീ ചികിത്സിക്കാൻ നടക്കരുത്. നീ മണ്ടന. ചികിത്സിക്കാൻ നീ നടുവേദനക്ക് മാത്രം ചികിത്സിക്കാൻ നടക്കുന്നോ മണ്ടന. ഞങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ നടുവേദന മാത്രം പിടിക്കാൻ വേണ്ടി ഇവിടെ ഇരുന്നാ പോരെ, നടുവേദന മാറി വിട്ടാ പോരെ, കഴുത്ത് തിരിച്ചിട്ടാ പോരെ. അങ്ങനെ കഴുത്ത് തിരിക്കലും നടുവേദന മാറ്റലും രോഗ ചികിത്സ അല്ല. ഇതൊക്കെ സംഭവം ശരിയാണ്. നടുവേദന വേദന മാറ്റാൻ പറ്റും, കഴുത്ത് വേദന മാറ്റാൻ പറ്റും, ഇതിൽ പിടിച്ചിട്ട് ശരിയാക്കാൻ പറ്റും. അതൊന്നും എന്തല്ല, രോഗ ചികിത്സ അല്ല. പകരം ഇവർക്ക് സന്തോഷമാവും. കഴുത്ത് തിരിയുമ്പോ സന്തോഷമാവും, ബാക്ക് പെയിൻ മാറുമ്പോ സന്തോഷമാവും. വരാനുള്ള കാരണം അതിന് ചികിത്സിക്കാത്തോടത്തോളം രോഗ ചികിത്സ ആവില്ല. റൂട്ട് കോസിനുള്ള ട്രീറ്റ്മെന്റ് ആണ് പ്രാധാന്യം എന്ന് നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഏത് കാലിലൊക്കെ പെയിൻ? വലത്തെ കാല്. ബാക്ക് പെയിൻ, സ്പൈനൽ കോഡ് സംബന്ധമായ വിഷയങ്ങൾക്ക് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? ഉഴിയാനും. ഇപ്പൊ അദ്ദേഹം തന്നെ പറഞ്ഞു, ഉഴിയാൻ പോയിട്ട് 1,00,000 മേലെ ചെലവ് ഉഴിഞ്ഞതിന്. പക്ഷെ റിസൾട്ട് ഉഴിഞ്ഞാൽ ചിലപ്പോ തൽക്കാലത്തേക്ക് റിസൾട്ട് ഉണ്ടാവും. ഉഴിച്ചിലാരം മോശമാക്കിയതല്ല. പക്ഷെ തൽക്കാലത്തേക്ക് വന്ന ഇവിടെ ഉഴിയാൻ പോയിട്ട് പ്രശ്നമായ റിപ്പോർട്ട് പറയല്ലേ, ഞാൻ കാണിക്കൂല. ഒഴിയാൻ പോയതാ, ഉഴിച്ചിലാരെ പറയുന്നില്ല. നല്ല നല്ല മനുഷ്യന്മാരുണ്ട്. പക്ഷെ ഇവിടെ ഒരാള് എന്താ പറയാ, ജീവൻ രക്ഷപ്പെട്ട് ഇപ്പൊ ഇരിക്കണത് ഒഴിച്ചിൽ ചെയ്തപ്പോ വസ്തി ചെയ്തപ്പോ അയാൾക്കുണ്ടായ ചെറിയൊരു ഇഷ്യൂ. ആ ഇഷ്യൂ അവര് മൈൻഡ് ചെയ്തില്ല, തെറാപ്പിസ്റ്റുകൾ മൈൻഡ് ചെയ്തില്ല. നടന്ന് മര്യാദക്ക് പറന്ന് നടന്നിരുന്ന ആളാ ലാസ്റ്റ് കുഴഞ്ഞ് നടക്കേണ്ടി വന്നു. അങ്ങനെ നടന്നു പോയ ആള് തിരിച്ച് ഇപ്പൊ ആ ആൾക്ക് എന്താ പറയാ, ഏത് ചികിത്സ കണ്ടാലും പേടിയാ. കാരണം ആ തലത്തിലേക്ക് മാറിപ്പോയി. അപ്പൊ ഒഴിച്ചില് മോശമൊന്നുമില്ല. നല്ല ഗുരുക്കന്മാരുണ്ട്, നല്ല 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 ആയുർവേദ ഗുരുക്കന്മാരുണ്ട്. അതൊക്കെ പവർഫുൾ ആണ്. പക്ഷേ ഒഴിയുമ്പോഴും നടു പിടിച്ചിടുമ്പോഴും കഴുത്തിന്റെ വിഷയങ്ങൾ പിടിച്ചിടുമ്പോഴും ഇപ്പൊ ഞാൻ കാണിച്ചതും എല്ലാം തൽക്കാലത്തേക്ക് അവരുടെ വേദന മാറ്റലാണ്. ചിലപ്പോൾ അത് പെർമനന്റ് ആയിട്ട് നിങ്ങളുടെ വേദന മാറിപ്പോവുകയും ചെയ്യും. ആ വേദന മാറൽ എന്തല്ല, ഇപ്പൊ കഴുത്ത് തിരിയണില്ല, കഴുത്ത് തിരിഞ്ഞു. പക്ഷെ കഴുത്തിന് ആ വിഷയം കിടക്കണോണ്ട് ചിലപ്പോ പിന്നീട് സ്ട്രോക്ക് വരികയാണെങ്കിൽ അത് നഷ്ടമല്ലേ? കഴുത്ത് തിരിഞ്ഞു, ട്രീറ്റ്മെന്റ് വേണ്ട, മതി എന്ന് തീരുമാനിച്ചാലോ? അപ്പൊ ഏതൊരു രോഗം വരുന്നതിന് മുമ്പും ഒരു ഇൻഫർമേഷൻ തരും, എന്റെ രോഗം ഇന്നത് വരാൻ പോകുന്നു എന്ന്. പക്ഷെ ആ ഇൻഫർമേഷൻ, സിംറ്റംസ്, അതിനെ നമ്മൾ എടുത്തിട്ട് ചികിത്സിക്കും. അതാണ് തെറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നടുവേദനയെ മാറ്റലേ, കഴുത്തുവേദനയെ മാത്രം മാറ്റലൊക്കെ സത്യത്തിൽ എന്തല്ല, രോഗചികിത്സയല്ല. നിങ്ങളുടെ രോഗം പറഞ്ഞിട്ട് ഇപ്പൊ ചില ആളുകൾക്ക് ഇവിടെയാണ് പെയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എനിക്ക് പിടിക്കാൻ കഴിയുള്ളൂ. ഞാനിപ്പോ അവിടെ വന്നിട്ട് പിടിക്കുമ്പോ നിങ്ങൾക്ക് ഇവിടെയാണ് പെയിൻ എന്ന് പറയുമ്പോൾ അവിടെയാണ് പിടിക്കാൻ പറ്റുക. വേറെ ഒരു സ്ഥലത്തും നമ്മൾ തൊടില്ല. കാരണം ഇന്ന സ്ഥലത്തെ പെയിന്റിന് വേണ്ടിയിട്ട് അവിടെ മാത്രം ചെയ്താൽ മതി, അവിടെ ചെയ്താൽ മാറും. കാരണം നിങ്ങൾ മനുഷ്യനാണെങ്കിൽ മാറും. അത് ഞാൻ പറഞ്ഞതിന് 2-3 അർത്ഥ തലങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് തിരിയാനിട്ടാണ്. മനുഷ്യനാണെങ്കിൽ എന്ന് പറഞ്ഞാൽ വെറുതെ പറഞ്ഞതല്ല. ഓക്കെ. അപ്പൊ മാനുഷിക തലത്തിൽ നിൽക്കുന്ന രോഗങ്ങളെല്ലാം അത് മൈൻഡ് വിഷയമായാലും മെന്റലി ആയാലും
ഫിസിക്കലി ആയാലും അത് മാറിക്കോളും. പക്ഷെ അതിന് നിങ്ങൾ എന്താക്കണം? ട്രീറ്റ്മെന്റ് മര്യാദക്ക് വരണം. ട്രീറ്റ്മെന്റിൽ ഇത് മാജിക് അല്ല. നമ്മള് ഹീലിംഗ് ചെയ്യുമ്പോ വെറുതെ കണ്ണടച്ചിരിക്കുക പോവുക എന്ന് പറഞ്ഞാല്, ഇപ്പൊ അവിടെ ഒരു ലേഡി പറഞ്ഞു, ഉണ്ടായ ലേഡി അല്ലെ, സയാറ്റിക്ക പെയിൻ ആണ്. അവരിന്ന് വരെ എന്നോട് സംസാരിച്ചിട്ടുണ്ടാ? വന്നിട്ട് എന്നോട് ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഡോക്ടറെ കണ്ടിട്ടില്ല എന്നർത്ഥം. ഡോക്ടറോട് സംസാരിച്ചിട്ടില്ല. അകത്ത് ഡോക്ടറോട് സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ എന്നോട് സംസാരിച്ചിട്ടില്ല. അവിടെ ഇരുന്നായിരുന്ന ക്യാൻസർ കേസ്, ഇന്ന് രാവിലെ കഴിഞ്ഞു പോയപ്പോ ഉണ്ടായിരുന്ന ക്യാൻസർ കേസ്, ഇന്ന് രാവിലെ ഇപ്പൊ പറഞ്ഞ ക്യാൻസർ കേസ്, ഇവിടെ പറഞ്ഞത് ക്യാൻസർ അല്ലായിരുന്നോ? ആ ക്യാൻസർ കേസ് ഇവരൊക്കെ എന്നോട് പറഞ്ഞിരുന്നോ ക്യാൻസർ ആണെന്ന്? പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് മാറ്റമുണ്ടായി. ക്യാൻസറിന് മാറ്റമുണ്ട്, അവര് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് രോഗം ചികിത്സിക്കുമ്പോ രോഗം മാറിയാ പോരെ? നിങ്ങളുടെ നാട്ടു നടപ്പും നിങ്ങളുടെ സിസ്റ്റവും നമ്മളോട് അടിച്ചേൽപ്പിക്കണോ? ഇവിടെ ഒരു സിസ്റ്റം ഉണ്ടാവും. ആ സിസ്റ്റം അനുസരിച്ച് ചികിത്സിക്കാവുന്നവർ മാത്രം ഈ ചികിത്സ ചെയ്താൽ മതി. അതല്ല നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ഞങ്ങൾ ചികിത്സിക്കണമെങ്കിൽ